കരിയറിൻ്റെ ഏറ്റവും പീക്ക് പോയിന്റിൽ നിൽക്കുന്ന ഒരു സമയത്ത് സഞ്ജു സാംസൺ തിരുവനന്തപുരത്ത് ഒരു MLA ആകാൻ വേണ്ടിയിട്ട് മത്സരിക്കുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ സഞ്ജു സാംസൺ ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് മത്സരിക്കാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. അങ്ങനെ മത്സരിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ പരാജയപ്പെട്ടാലും സഞ്ജു സാംസണ് തൻ്റെ കരിയർ നഷ്ടപ്പെടുന്നില്ല. അത് കൂടാതെ തന്നെ പിന്നെ സഞ്ജു സാംസണ് കിട്ടുന്നത് ഒരു രക്തസാക്ഷി പരിവേഷമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിനകത്ത് സഞ്ജു സാംസണെ സംരക്ഷിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം അത് BJP ആയിരിക്കും. ഒരുപക്ഷെ ആ ഒരു സുരക്ഷ കണ്ടുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ തിരുവനന്തപുരത്ത് മത്സരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സഞ്ജു സാംസൺ വരുന്നതോടുകൂടി തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിനകത്ത് ശക്തമായ ഒരു മത്സരത്തിന് കളമൊരുങ്ങും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമസ്കാരം. സഞ്ജു സാംസൺ തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയുണ്ടോ? ഏതാണ്ട് പ്രാഥമിക ചർച്ചകളൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പല കോണുകളിൽ നിന്നും പല രീതിയിലുള്ള പല ചോദ്യങ്ങളും ഉയർന്നു വന്നേക്കാം. സഞ്ജു സാംസൺ എന്ന മിടുക്കനായ ഈ ചെറുപ്പക്കാരൻ ഈ പ്രായത്തിൽ, അതായത് കരിയറിൻ്റെ ഏറ്റവും പീക്ക് പോയിന്റിൽ നിൽക്കുന്ന ഒരു സമയത്ത് സഞ്ജു സാംസൺ തിരുവനന്തപുരത്ത് ഒരു MLA ആകാൻ വേണ്ടിയിട്ട് മത്സരിക്കുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് പലരെയും കുഴപ്പിക്കുന്നതുമാണത്. പക്ഷേ സഞ്ജു സാംസൺ ഇപ്രാവശ്യം തിരുവനന്തപുരത്ത് മത്സരിക്കാനായിട്ടുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം തിരുവനന്തപുരത്ത് ചില പരിപാടികളിലൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൂടാതെ തന്നെ സഞ്ജു സാംസണെ സംബന്ധിച്ചിട്ട് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ക്രിക്കറ്റർമാരിൽ ഒരാളാണ് സഞ്ജു സാംസൺ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. ഏറെ ആരാധകരുള്ള ഒരു ക്രിക്കറ്റ് താരം കൂടിയാണ് സഞ്ജു സാംസൺ. പക്ഷേ സഞ്ജു സാംസൺ പല തരത്തിൽ പല സമയങ്ങളിൽ അദ്ദേഹത്തിന് അവഗണന നേരിടേണ്ട ഒരു ഗതികേടുണ്ടായിട്ടുണ്ട്. പല മാച്ചുകളിൽ നിന്നും അദ്ദേഹം മാറ്റി നിർത്തപ്പെടുന്നു. പല മാച്ചുകളിൽ അദ്ദേഹത്തെ പരിഗണിക്കാതെ വരുന്നു. അതിനുശേഷം പിന്നീട് പല മാച്ചുകളിൽ പരിഗണിച്ച മാച്ചുകളിൽ തന്നെ വെള്ളക്കുപ്പി കൊണ്ടേ കൊടുക്കേണ്ടി വരുന്നു. സെഞ്ചുറി അടിക്കാൻ കപ്പാസിറ്റിയുള്ള സഞ്ജു സാംസണെ ഗാലറിയിൽ ഇരുത്തിക്കൊണ്ട് ഡെക്ക് അടിച്ചിട്ട് പുറത്തേക്ക് വരുന്നവന് വെള്ളം കൊണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നിർത്തി അപമാനിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലുള്ള അപമാനം കൂടി ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ സഞ്ജു സാംസൺ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സഞ്ജു സാംസണെ സംബന്ധിച്ചിട്ട് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. BJP സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് മത്സരിച്ച് ജയിച്ചാലും അദ്ദേഹത്തിന് ക്രിക്കറ്റ് കളിക്കുന്നതിന് വലിയ പ്രശ്നം ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല. അതിൻ്റെ നിയമവശങ്ങളെ കുറിച്ച് ഞാൻ പരിശോധിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും ഒരു കാര്യം പറയാൻ പറ്റും, ഒരു MLA ആകാനായിട്ടുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹം ലാറ്റിൻ കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരാളാണ്. അപ്പോൾ ടോട്ടൽ ലാറ്റിൻ കമ്മ്യൂണിറ്റി സഞ്ജു സാംസൺ അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. അതുകൂടാതെ BJPയുടെ വോട്ടുകൾ കൂടി ചേരുന്ന സമയത്ത് സഞ്ജു സാംസണ് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് BJPയുടെ ഒരു കാൽക്കുലേഷൻ. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം ലാറ്റിൻ കാത്തലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് തിരുവനന്തപുരത്തുള്ള അവരെ സംബന്ധിച്ചൊരു കോൺഗ്രസ് ഇടതുപക്ഷ നിലപാടുകളൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ അവിടുത്തെ സഭാ വക്താവൊക്കെ ആയിട്ടുള്ള യൂജിൻ പെരാര എന്ന് പറയുന്ന അച്ഛനൊക്കെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. അത് UDF അനുകൂല നിലപാട് സ്വീകരിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എത്രത്തോളം ലാറ്റിൻ വോട്ടുകൾ ശേഖരിക്കാനായിട്ട് സഞ്ജു സാംസണ് സാധിക്കും എന്നുള്ളതൊരു ചോദ്യചിഹ്നമായിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ സഞ്ജു സാംസണെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പരാജയപ്പെട്ടാലും അവിടെ ഒരു നേട്ടമാണ്. അതുകൂടാതെ BJPയെ സംബന്ധിച്ച് BJPയുടെ ഒരു പൊതു സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തനിക്ക് മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല എങ്കിൽ തനിക്ക് പകരമായിട്ട് മറ്റാരെങ്കിലും വന്നു കഴിഞ്ഞാൽ അയാളെ കാലുവാരുന്ന ഒരു സ്വഭാവം അത് BJPക്കകത്ത് ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സഞ്ജു സാംസൺ തിരുവനന്തപുരത്ത് വരുന്നതോടുകൂടി ഈ സീറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. കൃഷ്ണകുമാർ ഉണ്ട്, അതോടൊപ്പം തന്നെ മറ്റു പല ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരുടെയും പേര് പോലും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തിരുവനന്തപുരം സീറ്റ് മോഹികളായിട്ടുള്ള ഒരുപാട് ആളുകൾ തിരുവനന്തപുരത്തുണ്ട്. ഇതിൽ ആർക്ക് സീറ്റ് കിട്ടും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തർക്കം നിലനിൽക്കുന്ന സമയത്താണ് ഏറ്റവും പുതിയതായിട്ട് ഒരു പേര് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് തന്നെ ഒരു നിർദ്ദേശമായിട്ട് സംസ്ഥാന നേതൃത്വത്തിന് കിട്ടി എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സഞ്ജു സാംസണോട് മത്സരിക്കും. അങ്ങനെ മത്സരിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ പരാജയപ്പെട്ടാലും സഞ്ജു സാംസണ് തൻ്റെ കരിയർ നഷ്ടപ്പെടുന്നില്ല. ക്രിക്കറ്റിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചു പോകാം. അത് കൂടാതെ തന്നെ പിന്നെ സഞ്ജു സാംസണ് കിട്ടുന്നത് ഒരു രക്തസാക്ഷി പരിവേഷമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിനകത്ത് സഞ്ജു സാംസണെ സംരക്ഷിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം അത് BJP ആയിരിക്കും. BCCയിലൊക്കെ വേണ്ട സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു തുടങ്ങും. ഒരുപക്ഷെ അദ്ദേഹത്തെ ഇന്ത്യൻ ക്യാപ്റ്റനായിട്ട് പോലും പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വന്നേക്കാം. ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്, ഗൗതം ഗംഭീറൊക്കെ രാഷ്ട്രീയത്തിൽ വന്നു, ഡൽഹിയിൽ നിന്ന് MP ആയി, അതിനുശേഷം പിന്നീട് തിരിച്ചു മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സൗരവ് ഗാംഗുലിയൊക്കെ ഒരുപാട് പ്രാവശ്യം രാഷ്ട്രീയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് മമതാ ബാനർജി ഇൻവൈറ്റ് ചെയ്തുവെങ്കിലും BJPയുടെ ഒരു സമ്മർദ്ദം മൂലമാണ് സൗരവ് ഗാംഗുലി TMCയിൽ ചേരാതിരിക്കുന്നത്.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് സഞ്ജു സാംസൺ എന്ന ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്ത് BJPയുടെ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത്. ഇത് കേരള രാഷ്ട്രീയത്തിൽ ഇത് എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ക്രിക്കറ്റ് ലോകത്ത് ഒരുപാട് ഫാൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ സഞ്ജു സാംസൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സഞ്ജു സാംസൺ മുമ്പ് ക്രിക്കറ്റിൽ നിന്ന് കേരള രാഷ്ട്രീയത്തിൽ മത്സരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീശാന്ത്. ഈ ഒരു പ്രാവശ്യം മത്സരിച്ചതിന് ശേഷം ശ്രീശാന്തിന് നേരെ വന്നിട്ടുള്ള സോഷ്യൽ മീഡിയ അറ്റാക്ക് അത് സഞ്ജു സാംസൺ ഒന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ്. കാരണം ഒരുപക്ഷെ സഞ്ജു സാംസൺ ഇനി വരുന്ന എല്ലാ മാച്ചുകളിലും കളിക്കാൻ സാധിച്ചേക്കാം, ഒരുപക്ഷെ വിജയിച്ചേക്കാം. കാരണം ഒരുപാട് ഫാൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഒരു പുതിയ ചെറുപ്പക്കാരൻ വരട്ടെ, കാരണം ഇന്ത്യക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്, അയാൾ തിരുവനന്തപുരത്തിന്റെ MLA ആയിട്ട് വരട്ടെ എന്നൊക്കെ തിരുവനന്തപുരത്തുകാർ സ്വാഭാവികമായിട്ടും ചിന്തിച്ചേക്കാം. പക്ഷെ അപ്പോഴും ഏതെങ്കിലും തരത്തിൽ BJP അല്ലേ പാർട്ടി എന്ന ഒരു ചിന്ത വോട്ടർമാർക്കിടയിൽ കയറിക്കൂടി കഴിഞ്ഞാൽ സഞ്ജു അവിടെ പരാജയപ്പെടുന്ന സഞ്ജുവിനെ സംബന്ധിച്ചിട്ട് പിന്നീട് തുടർന്ന് വരുന്ന ഇന്ത്യ എവിടെ മാച്ച് കളിച്ചാലും സഞ്ജു ആഗ്രഹിക്കുന്ന അത്രയും നാൾ, സഞ്ജുവിന് പരിക്കു പറ്റാത്ത അത്രയും നാൾ സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ കളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് വിരമിക്കുന്നിടം വരെ. അത് BJP നൽകുന്ന ഒരു സുരക്ഷയായിരിക്കും. ഒരുപക്ഷെ ആ ഒരു സുരക്ഷ കണ്ടുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ തിരുവനന്തപുരത്ത് മത്സരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ശബരിനാഥിന്റെ പേരാണ് പ്രധാനമായിട്ടും പറഞ്ഞു കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ ശരത്ചന്ദ്ര പ്രസാദ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. മറ്റു പല ആളുകളുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ശരത്ചന്ദ്ര പ്രസാദ് ഒക്കെയാണ് അവിടെ മത്സരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മത്സരം കനത്തതാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം തിരുവനന്തപുരത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആളാണ്. തിരുവനന്തപുരത്ത് ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിനെ കൃത്യമായിട്ട് നയിച്ചുകൊണ്ടിരുന്നയാളാണ് ശരത്ചന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ CPMന്റെയും ഏതെങ്കിലും ശക്തരായിട്ടുള്ള യുവ സ്ഥാനാർത്ഥികൾ തന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. VS ശിവകുമാറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെയൊക്കെ പാർലമെന്ററി പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഏകദേശം അവസാനിച്ചു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം, അത് 2011 മിനിസ്റ്ററിൽ അദ്ദേഹം ദേവസ്വം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത്, ആരോഗ്യ മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ വിവാദങ്ങളിലൊക്കെ അദ്ദേഹത്തിന് കൃത്യമായ പങ്കുണ്ട്. വിജിലൻസ് കേസുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട്. അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഇനി ഒരിക്കലും ഒരു മത്സര രംഗത്തേക്ക് അദ്ദേഹം വരാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ശ്രീ K കരുണാകരൻ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് നിന്ന് പാർലമെന്റിലേക്ക് സ്ഥാനാർത്ഥിയാക്കി വിജയിപ്പിച്ചു. അതിനുശേഷം അവിടുന്ന് MLA ആക്കി, മന്ത്രിയാക്കി. ഇത്രയും സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടുള്ള VS ശിവകുമാർ ഒരു കാരണവശാലും ഇനി മത്സരരംഗത്തേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്. മറ്റാളുകൾക്ക് അവസരം നൽകാനായിട്ടാണ് സാധ്യത. അങ്ങനെ വരുമ്പോഴത്തേക്ക് ശക്തമായൊരു മത്സരമായിരിക്കും. ഈ മത്സരത്തിൽ വിജയം ആർക്കൊപ്പം? ഇപ്പൊ ആന്റണി രാജു എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഫീൽഡ് ഔട്ട് ആയി കഴിഞ്ഞു. ആന്റണി രാജു ഇപ്പൊ MLA അല്ലാണ്ടായി മാറി. തിരുവനന്തപുരത്തിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ MLA ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ CPMനെ സംബന്ധിച്ചിട്ട് CPM ആ സീറ്റ് തിരിച്ചേറ്റെടുക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. സീറ്റ് തിരിച്ചേറ്റെടുക്കരുത് എന്ന് ആന്റണി രാജു ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിലും CPM ആ ഒരു സീറ്റ് ഒരു കാരണവശാലും ആന്റണി രാജുവിന്റെ പാർട്ടിക്ക് ഇനി നൽകത്തില്ല. പ്രത്യേകിച്ച് ആ പാർട്ടി തന്നെ ഇനിയിപ്പം LDFിനകത്ത് ഉണ്ടാകുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. കാരണം LDFിൽ ഇത്രയും പേരുദോഷം ഉണ്ടാക്കിയ ഒരു വ്യക്തി കൂടിയാണ് ആന്റണി രാജു എന്ന് പറയുന്നത്. കാര്യം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വളരെ വലിയ രീതിയിൽ തന്നെ പിണറായി സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്തയാളാണ് ആന്റണി രാജു. അതിൻ്റെ ഒരു പ്രത്യോപകാരമായിട്ടാണ് അദ്ദേഹത്തിന് തിരുവനന്തപുരം സീറ്റ് നൽകുകയും അവിടുന്ന് വിജയിച്ച ഉടനെ തന്നെ അദ്ദേഹത്തെ മന്ത്രിയാക്കുകയൊക്കെ ചെയ്ത രണ്ടാം പിണറായി സർക്കാരിലെ ആദ്യത്തെ 2.5 വർഷം ആന്റണി രാജു മന്ത്രിയൊക്കെ ആയിരുന്നു. ഇനി ഒരിക്കലും അദ്ദേഹത്തിന് സീറ്റ് നൽകാനായിട്ടുള്ള സാധ്യതയില്ല. CPM എന്നുള്ള ഏതെങ്കിലും ഒരു പുതുമുഖത്തിനോ അല്ലെങ്കിൽ പഴയ മുഖത്തിനോ ആർക്കെങ്കിലും ഒക്കെ ആയിരിക്കും അവിടെ സീറ്റ് ലഭിക്കാനായിട്ടുള്ള സാധ്യതകൾ. സഞ്ജു സാംസൺ വരുന്നതോടുകൂടി തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിനകത്ത് ശക്തമായ ഒരു മത്സരത്തിന് കളമൊരുങ്ങും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.